നമസ്കാരം. നമസ്കാരം. ദിനേശിനെ കണ്ടിട്ട് എത്ര നാളായി? കുറേ നാളായി. ഒരു വർഷമായി. കൊറോണ കാലത്ത് കണ്ടിട്ടേ ഇല്ല. പിന്നെ എന്തൊക്കെയുണ്ട് ഇപ്പം ഞാൻ അറിഞ്ഞത്? ഏറ്റവും എന്താണ് മേജറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലിൽ. അതെ, അതാണ് ഏറ്റവും വലിയ. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. കൊറോണ കാലത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ആ ഒരു കാലത്ത് ദൈവം എൻ്റെ കൂടെ നിന്നു. എനിക്ക് ഏഷ്യാനെറ്റിൽ പാടാത്ത പൈങ്കിളി എന്ന് പറയുന്ന ഒരു സീരിയലിലെ മുഖ്യ കഥാപാത്രം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ കൊറോണ കാലത്ത് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയെന്നുള്ളതാണ്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ സിനിമ നടക്കുന്നുണ്ട്, ആഡ് ഫിലിംസ് നടക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇല്ലാത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറേ ഇവൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇവൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ ഒരു ശാന്തമായി കിടക്കുന്ന ഏരിയയാണ് ഇപ്പോൾ. അത് ഇപ്പോൾ ഇല്ല. ബാക്കി സിനിമ എന്തായാലും പൈങ്കിളെ കൊണ്ട് ഞാൻ പാടിയും കേട്ടോ. പാട്ട്, ഡാൻസ് എന്നിവ ഒഴികെ ബാക്കി എന്ത് പണിയോ ഞാൻ ചെയ്യാം. എന്തായാലും വിശേഷങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് പറയാൻ. എനിക്കൊരു പാട്ട്, ഒരു നാഴികക്കല്ലായിട്ടുള്ള പാട്ട് തന്ന ഒരു വ്യക്തിയാണ്. കിരീടം എന്ന സിനിമയിലെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി. അതെ, ആ പാട്ട് എനിക്ക് തന്നു. ഇദ്ദേഹം ആ സിനിമയുടെ കിരീടത്തിൻ്റെ ഫസ്റ്റ് പ്രൊഡ്യൂസറാണ്. സെക്കൻഡ് പ്രൊഡ്യൂസർ ഈസ് ഉണ്ണി, കിരീടം ഉണ്ണി. അപ്പം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് തോന്നുന്നു. അതായത് ദിനേശ് ഇങ്ങനെ എനിക്ക് കണ്ണീർ പൂവിൻ്റെ തന്നിട്ട് നല്ലൊരു മെലഡി സോങ് നമ്മുടെ ബാലഗോപാലൻ തമ്പിക്കുള്ളൂ. അതെ അതെ. അപ്പം ഞാൻ വന്ന് ചോദിച്ചു, ഇതുപോലെ അതെന്താ എനിക്ക് തരാഞ്ഞ്? കാരണം പിന്നെ അത് നല്ല മെലഡി പാട്ടാണല്ലോ, അതെനിക്ക് മതിയായിരുന്നു, ഇത് ഈ സങ്കടപ്പാട്ട് എനിക്ക് വേണ്ടായിരുന്നു. അതെ അതെ. എനിക്കെപ്പോഴും ഓർമ്മയുണ്ടത്. അതായത് മെലഡിയാണല്ലോ സാധാരണ രീതിയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ഹിറ്റാകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ശ്രീകുട്ടൻ വിചാരിച്ച് കാണണം ഈ പറഞ്ഞല്ലോ അതായിരിക്കും ഹിറ്റാവുന്ന. തമ്പിക്ക് ആ പാട്ട് പോയി. അങ്ങനെ തമ്പി അതിനകത്ത് ഈ പറഞ്ഞ മെലഡിയും പാടി, ശ്രീകുട്ടൻ അതിനകത്ത് പാത്തോസും പാടി. പക്ഷേ എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടൻ്റെ ഏറ്റവും നല്ല സമയമായിരുന്നുകൊണ്ടാണ് മറ്റേ നമ്മൾ ഉദ്ദേശിച്ച മറ്റേ മെലഡി പാട്ട് സിനിമയിൽ പോലും വന്നില്ല. ആരും ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല. ഇതിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി. സ്റ്റേറ്റ് അവാർഡെന്നല്ല, എനിക്കൊന്ന് സെൻട്രൽ വരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. ആ ഒരു സിനിമയും ശ്രദ്ധിക്കപ്പെട്ടു, പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ ഒരു ഭാഗ്യം ആ ഒരു ചിത്രത്തിൽ കിട്ടി എന്നുള്ളതാണ്. ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് 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 ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു ദിനേശ്. കാരണം വേറൊന്നുമില്ല, നമുക്ക് എല്ലാവരും ഒരു പടി ചവിട്ടിയേ മേലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതെ, അതിലൊരു പടി ദിനേശാണ് എൻ്റെ ജീവിതത്തിൽ. താങ്ക് യു സോ മച്ച്. ഇപ്പം ഈ കിരീടം എന്നുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. വേറെ എത്ര പടങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? കിരീടമായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ, 1989-ലായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ സിനിമ നിർമ്മിക്കേണ്ട, എനിക്ക് അതിൻ്റെ കൂടെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇപ്പോൾ തൽക്കാലം സിനിമ വേണ്ടെന്ന് മാറിയിരുന്ന സമയത്താണ് വീണ്ടും സിനിമ എന്നെ തേടി വന്നു. അങ്ങനെ 91-ൽ ചെപ്പ് കിലുക്കണ ചങ്ങാതി എന്ന സിനിമ എടുത്തു. അതിനുശേഷം ബോക്സർ, പിന്നെ രജപുത്രൻ, കളിവീട്, പ്രണയവർണ്ണങ്ങൾ, മയിൽപീലിക്കാവ്, മമ്മൂട്ടിയുടെ സ്റ്റാലിൻ ശിവദാസ്. അവസാനമാണ് ഒരു കൊച്ചു പടം എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയത്, കൂട്ടിക്കൽ ജയചന്ദ്രനെ വെച്ച് ചിരിക്കൊടുക്ക. അങ്ങനെ ടോട്ടലി 9 സിനിമ ഞാൻ നിർമ്മിച്ചു. വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പം നിർത്തിയിട്ട് സിനിമയും സീരിയലും. അത് നിർത്തിയതല്ല ആക്ച്വലി. എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ സിനിമ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ലാഭമോ നഷ്ടമോ എന്ത് വേണമെങ്കിലും പ്രദാനം ചെയ്യാം. എൻ്റെ കേസിൽ അത് കുറേ നഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം സമയം മോശമായതുകൊണ്ട് ആ പരിപാടി നിർത്തിവെക്കാം. അങ്ങനെ നിന്നാണ്, അതുവരെ ഒരു സിനിമയെ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് അഭിനയം എന്നെ തേടി വന്നു. അങ്ങനെ ഇപ്പം നടനായിട്ട് നിങ്ങൾ കാരണം സിനിമ എടുക്കുന്ന ഒരു ശനിദശയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം ഇതിൻ്റെ ഇടയിൽ നിന്നു, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ. അത് വ്യാഴനായിരുന്നു, ഓപ്ഷൻ ബി. കറക്റ്റ്. പിന്നെയാണ് ഓപ്ഷൻ എ വന്ന് ശുക്രൻ. അപ്പോൾ ഈ ദശക്കാലം എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നതാണ്. ഇപ്പോൾ മോഹൻലാലിന്റെ ജീവിതത്തിലും അത് വന്നിട്ടുണ്ട്. എല്ലാവരും, എൻ്റെയും എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ റിയൽ ലൈഫിലല്ല പറയുന്നത്, വന്ദനം സിനിമയിൽ ശനി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം. കാരണം ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നല്ല, എനിക്കൊന്ന് 2-3 പ്രാവശ്യം കണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഈ സുമാരിയമ്മയുടെ ക്യാരക്ടറൊക്കെ, അതേപോലെ അത് പറയുന്ന ഡയലോഗ്സും അതിലൊന്നാണിത്. പിന്നെ ഈ എടുത്ത സിനിമയിൽ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അതായത് എത്ര പടങ്ങൾ എടുത്താലും അതിനകത്ത് നമ്മുടെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ, പൈസ കിട്ടിയില്ലെങ്കിലും ഫുൾ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് നോക്കുകയാണെങ്കിൽ പൈസ കിട്ടിയതും അതേസമയം ഏറ്റവും കൂടുതൽ പേര് നൽകിയതും മനസ്സുകൊണ്ട് എന്തുകൊണ്ടും തൃപ്തിപ്പെടുന്നതായിട്ടത് കിരീടം തന്നെ. അതൊക്കെ
അത് കഴിഞ്ഞാൽ അതർ ദാൻ ദാറ്റ് നോക്കുകയാണെങ്കിൽ പ്രണയവർണ്ണങ്ങളാണ്. കാരണം പ്രണയവർണ്ണങ്ങൾ സുരേഷ് ഗോപിയുടെ വളരെ വിഭിന്നമായ ഒരു ചിത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ യൂഷ്വൽ തോക്കെടുക്കുന്ന സിനിമയല്ല. പിന്നെ അദ്ദേഹം അതിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പാട്ട് തലയാട്ടി കൊണ്ട് ഒരു പാട്ട്, ആ പാട്ടും പാടി അതിനകത്ത് ഒരു വേറെ രീതിയിലൊരു ഒരു പിക്ചർ സുരേഷ് ഗോപി കിട്ടി. ഇവൻ മഞ്ജു വാര്യരൊക്കെ ആക്ച്വലി ഏറ്റവും തകർത്ത് അഭിനയിച്ചൊരു സിനിമയായിരുന്നു. മ്യൂസിക് നമ്മുടെ വിദ്യാസാഗറിന്റെ മ്യൂസിക് ആയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു സിനിമ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. കളർഫുൾ സിനിമയായിരുന്നു. പ്രണയവർണ്ണങ്ങൾ കിട്ടി. ആ സിനിമ നമുക്ക് ഗുണം ചെയ്ത സിനിമ തന്നെയായിരുന്നു. ഞാൻ ഓൺ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയായിരുന്നു. ഏറ്റവും കൂടുതൽ നഷ്ടം വന്ന സിനിമ ഏതാണ്? ഏറ്റവും കൂടുതൽ, അതായത് ഒരു രൂപ പോലും കിട്ടാത്ത സിനിമ. അത് ശരിക്കും പറയാം എൻ്റെ സമയദോഷം കൊണ്ടാണ്. ഞാൻ ഇന്നും മമ്മൂക്കയായിട്ട് ഏറ്റവും നല്ല ബന്ധം വെക്കുന്ന ഒരാളാണ്. ഇന്ന് ഈ അടുത്ത് മമ്മൂക്കയുടെ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു. കൂടെ ഉണ്ടായിരുന്നു. 1 എന്ന് പറയുന്ന സിനിമയിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയെല്ലാം ഉണ്ടായി. മമ്മൂക്ക സിനിമയ്ക്കകത്ത് നമുക്കൊരു കാര്യമുണ്ട്, ഈ എന്താണ് പരാജയവും ജയവും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശാശ്വതമല്ല. അപ്പോൾ അതുകൊണ്ട് മമ്മൂക്ക എന്നോട് ഇന്നും കാണിക്കുന്ന സ്നേഹം, കാരണം അദ്ദേഹത്തിനെ വെച്ച് ഞാൻ ഒരു സിനിമ എടുത്തു, സ്റ്റാലിൻ ശിവദാസ്. പക്ഷെ ആ സിനിമ ഒരു അട്ടർ ഫ്ലോപ്പായിരുന്നു. ആ സിനിമയ്ക്ക് അന്നത്തെ കാലത്ത് എനിക്ക് ഒരു 60 lakhs rupees നഷ്ടം വന്നു. അന്നത്തെ കാലത്ത് ദാറ്റ് വാസ് നിയർലി 22 years ബാക്ക്. ഇറ്റ് വാസ് എ ബിഗ് സം. അന്ന് അത് പോയി കഴിഞ്ഞപ്പോഴേക്കും മമ്മൂക്ക ഇന്നും അത് കഴിഞ്ഞ് നമ്മളോട് കാണിക്കുന്ന സ്നേഹം. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത്രയും നഷ്ടം വന്നെങ്കിലും ഈ പറഞ്ഞ ഒരു പൈസയും തിരിച്ച് കിട്ടിയില്ല. എന്നാൽ പോലും എനിക്കതിനെപ്പറ്റി ഒരു റിഗ്രറ്റ്സ് അല്ല. ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം നഷ്ടം വന്നെന്ന് പറഞ്ഞല്ലോ, അതെ, അതുകൊണ്ട് ബന്ധങ്ങൾ പോകുന്നില്ല. കാരണം ലാഭങ്ങൾ വന്നല്ലോ. ലാഭങ്ങൾ വന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും കൊടുത്തോ? ഇല്ലല്ലോ. ഇല്ല, അത് ഞാൻ അവര് സ്നേഹമായിട്ട് തിരിച്ചു തരിക. അങ്ങനെയല്ല. അത് നമ്മൾ ആ ബന്ധം വെച്ചുകൊണ്ട് അടുത്ത സിനിമ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അവരെ തന്നെ വീണ്ടും വിളിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയുന്ന ഒരു പ്രൊഡ്യൂസർക്ക് ലാഭം വരുമ്പം ഭയങ്കര സന്തോഷമാണ്. അതെ, നഷ്ടം വരുമ്പോൾ അവര് നിങ്ങളെ സന്തോഷിപ്പിക്കും. സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനത്തെ ഒരു മേഖലയാണ്. ഇതിനകത്ത് സാധാരണഗതിയിൽ ഒരു സിനിമ ഓടിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ബന്ധങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ ഒരു പോയിന്റിലേക്കാണ് നേരത്തെ വന്നത്. സിനിമ ഓടിയില്ലെങ്കിലും ഇന്നും മമ്മൂക്കയും ഞാനായിട്ട് ബന്ധം വെക്കുന്നു, അത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം തന്നെ. ചെറിയ ചോദ്യം ചോദിക്കട്ടെ, ഒരു കുസൃതി ചോദ്യം. 1000 കാലുള്ള ഒരട്ട ഒരു വളവ് തിരിഞ്ഞോണ്ടിരിക്കുക, അപ്പൊ എത്ര കാല് കാണും? 1000 കാലുള്ള അട്ട വളവ് തിരിയുന്നു. അപ്പൊ എത്ര കാലുണ്ട്? 1000 ഉണ്ടോ അതോ 5-6 പോവോ? അതെങ്ങനെ കാല് പോകുന്നത്? അല്ല, വളവ് തിരിയുമ്പോഴേ. കുസൃതി ചോദ്യാന്ന് മനസ്സിലായി. അപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ ഒരു മറുപടി തന്നെ വേണം. അതെ, കിട്ടുന്നില്ല. 999. അതെങ്ങനെ? ഒന്നെവിടെ പോയി? ഒന്ന് സിഗിലിട്ട് വളവ് തിരിയല്ലേ? സിഗിലിട്ടുണ്ട് നമ്മുടെ ക്ലച്ച് താത്ത. തീർച്ചയായിട്ടും ഒന്ന് കൈ കാണിക്കാൻ വേണ്ടി. മോഹൻലാലിനെ വെച്ചാണല്ലോ ആദ്യത്തെ പടം നിർമ്മിക്കുന്നത്. ഇപ്പം മോഹൻലാലുമായിട്ട് എങ്ങനെയാണ്? വളരെ നല്ല സൗഹൃദമല്ലേ? കാരണം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കൊറോണയൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പാണ് മോഹൻലാലിന്റെ അച്ഛനായിട്ടൊരു വേഷം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ബിഗ് ബ്രദർ. അതിനകത്ത് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പാട്ടിൽ ഞാൻ ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ ആ ഒരു സിനിമയിൽ 43 ദിവസം ഞാൻ ആ ലൊക്കേഷനിലുണ്ടായിരുന്നു. എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മോഹൻലാലിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 40 വർഷത്തോളമായി. ഈ 40 വർഷം കഴിഞ്ഞ് ഇത്രയും ദിവസം മോഹൻലാലിലൂടെ കിരീടത്തിന് പോലും അന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം കിട്ടി. അന്ന് ഞങ്ങളുടെ സൗഹൃദവും പഴയ കാര്യങ്ങളും, പിന്നെ ലാൽ ഇന്നൊരു വേറെ വ്യക്തിയാണല്ലോ. കാരണം അന്ന് പരിചയപ്പെട്ട മോഹൻലാലല്ല, എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് പഴയ ലാല് തന്നെയാണ്. അപ്പോൾ ഒരു രസകരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അന്ന് അവിടെ. ഇനി ലാലിനെ വെച്ചൊരു പടം മനസ്സിലാഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് സാധിക്കുമെന്ന് എനിക്കറിയാം. കാരണം മോഹൻലാലിൻ്റെ തിരക്ക് നമുക്കറിയാം. മോഹൻലാൽ ഇന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രം അഹങ്കാരമല്ല, ഇന്ത്യയുടെ ഇന്റർനാഷണലുമായിട്ടും ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് നമുക്ക് മലയാളികൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം എല്ലാം ഫാമിലിയെ കുറിച്ച്. അതെ, പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വ്യക്തമാക്കിയാലോ? എൻ്റെ വൈഫ് ഒരു പ്ലേ സ്കൂളിലെ ടീച്ചറാണ്. ഇത് ട്രിവാൻഡ്രത്തുള്ള ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിലെ പ്ലേ സ്കൂൾ വിങ്ങിലെ ടീച്ചറാണ്. പിന്നെ എനിക്ക് 2 മക്കളാണ്, 2 ആൺമക്കളാണ്. ഒരാൾ രോഹിത്, രണ്ടാമത്തെ ആൾ രൂപേഷ്.
മൂത്ത ആള് ജേർണലിസം കഴിഞ്ഞ് ഹീസ് ഇൻ ചെന്നൈ, ഹീസ് എൻ എഡിറ്റർ ഇൻ പബ്ലിഷിംഗ് ഹൗസ്. ആൻഡ് രണ്ടാമത്തെ ആള് അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് അത് പഠിച്ചു. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന ജോലി അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ അവൻ IT ഫീൽഡിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക. ആൻഡ് രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. അല്ല, രണ്ടാമത്തെ ആൾക്ക് ഒരു കൊച്ചുമായി. അങ്ങനെ ഒരു അപ്പൂപ്പനാണ് മുമ്പിലിരിക്കുന്നത്. അല്ല, കാലം പോയത് നമ്മൾ അറിയുന്നില്ല. സമയം പോകുന്ന അറിയുന്നില്ല. എത്ര 1989 അല്ലേ കിരീടം? 89 ആണ് കിരീടം. പക്ഷെ നമുക്ക് അതിനു മുമ്പേ പരിചയം അതിനു മുമ്പേ പരിചയമുണ്ട്. എത്ര 89 എന്ന് പറയുമ്പോൾ തന്നെ 32 വർഷമായി. അതിനു മുമ്പ്. അതെ. ഞാനിപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതായത് നമ്മൾ ഈ പിന്നെ വെള്ളയമ്പലവും അതുപോലെ കവടിയാറും അവിടെ പിന്നെ നമ്മുടെ തൈക്കാട് മേടയിൽ വീടും, അതെ, ആർട്സ് കോളേജും, അതെ, വിമൻസ് കോളേജും, അതൊക്കെ കൂടുതൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ കിളവന്മാർ രണ്ടുപേരും കൂടി ഇരുന്ന് പഴയ കാലങ്ങൾ ഇങ്ങനെ അയവറക്കുക എന്ന് പറയും. എന്നാലും അതൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ നാച്ചുറലി അതൊക്കെ വന്നു പോകുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ കൂടുതലും ഞങ്ങൾ പറയാത്തതെന്ന് പറഞ്ഞാൽ എല്ലാം കുഴപ്പങ്ങളെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ലത് പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിന് നല്ലത് പറയാനൊന്നുമില്ല. അതെ. ഇപ്പം നമ്മുടെ കൂട്ടുകാർ എല്ലാവരും വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ദ്വയാർത്ഥം അതിനകത്ത് കാണും. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് സോറി, ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്കതിന് പറയാനുള്ളത്, എനിക്ക് തോന്നുന്ന ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. അന്ന് 1 വർഷം ഓടിയ സിനിമയാണ്. അതെ. അതിനുശേഷം ഏറ്റവും പ്രതീക്ഷയോടെ ജനം കാത്തിരുന്നൊരു സിനിമയാണ്. അതേ കോമ്പിനേഷനിൽ, സെയിം പ്രൊഡ്യൂസർ, സെയിം ഡയറക്ടർ, സെയിം മോഹൻലാൽ, ആ ഗ്യാങ്. ആ സിനിമ വന്നപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു 99% വരെ ആ സിനിമ സൂപ്പറായിരുന്നു. ആ ക്ലൈമാക്സിനെ പറ്റിയാണ് ചെറിയൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ആ സിനിമയിൽ വന്നത്. പക്ഷെ എന്നാൽ പോലും ആ സിനിമയിലുണ്ടായിരുന്ന ഹ്യൂമർ എലിമെന്റ് അതാരും മറക്കുന്ന. അപ്പം അതുകൊണ്ട് ഈ കുതിരവട്ടം പപ്പുവിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംഗീത സംവിധായകനാണെന്നേ പറഞ്ഞുള്ളൂ. അതെ. ഉത്തരത്തിൽ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. എനിക്ക് ചേട്ടനെ ഒരുപാട് വർഷത്തെ പരിചയമാണ്, ഔസേപ്പച്ചൻ ചേട്ടനെ. അതായത് ഒത്തിരി പാട്ടുകൾ, ഈ പാട്ടിന് മുമ്പും പ്രിയൻ്റെ ആദ്യത്തെ താളവട്ടം, പിന്നെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. അപ്പോൾ അവിടെ വെച്ചേ എനിക്ക് പരിചയമാണ്. ഔസേപ്പച്ചൻ ചേട്ടൻ ഒരു ജീനിയസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എത്രയോ നല്ല പാട്ടുകൾ ചെയ്ത ഒരു വലിയ ഗ്രേറ്റ് വയലിനിസ്റ്റ് ആൻഡ് എ കമ്പോസർ ആൻഡ് എ സിംഗർ ആൾസോ. പാടുകയും ചെയ്യും. യെസ്, നൈസ് പേഴ്സൺ. യെസ്. പടത്തിൽ വല്ലതും ഇല്ല, അതില്ല. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു നല്ല ബന്ധം വെക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും. എന്തായാലും സിനിമയിൽ നിന്നുള്ള അനുഭവമുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളിൽ എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഭാഷ എന്ന് വെച്ചാൽ വഴിതെറ്റി നടനായ മനുഷ്യനാണ് ഞാൻ. കാരണം എൻ്റെ ഓൺ സിനിമകളിലൊന്നും തന്നെ ഞാൻ അഭിനയിച്ചിട്ടില്ല. അതിനുശേഷം എന്നെ ഇങ്ങനെ ഓരോ സിനിമകളിൽ 2 ദിവസം 3 ദിവസം സീരിയലിൽ വിളിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു നടനായിട്ട് മാറി. ഒരു ദിവസം എനിക്ക് കോൾ വരുന്നു. സജീവ് പരവൂർ എന്നാണ് പുള്ളിയെ വിളിക്കുന്നത്, ഡയറക്ടറാണ്. ചേട്ടാ, 2 ദിവസത്തെ വർക്കുണ്ട്, ഒരു മോഹൻലാൽ സുരേഷ് ഗോപിയൊക്കെ ഉള്ള വലിയ സിനിമയാണ്. അപ്പം ഞാൻ വിചാരിച്ചു യൂഷ്വൽ അതിനകത്ത് ഏതെങ്കിലും ഡോക്ടറിൻ്റെ വേഷമായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എബ്രോഡിൽ നിന്ന് വരുന്ന ഒരു അച്ഛൻ, അതിനൊക്കെയാണ് സാറിന് എന്നെ വിളിക്കുന്നത്. ഞാൻ ചെല്ലുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ വലിയൊരു BMW കാറിൽ വന്ന് ഇറങ്ങുന്നു. വലിയൊരു മുതലാളിയാണ് ഞാൻ. അത് നേരെ ഈ പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയോട് ഞാൻ പറയും, എന്താ എന്നെ വേണ്ടപ്പെട്ട ഒരാളാണ് ഈ കമ്മീഷണർ, ആ കമ്മീഷണറെ വേണ്ട രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തേക്കണം, ട്രാൻസ്ഫർ കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നു. അത്രയും വലിയൊരു മനുഷ്യനാണ് ഞാൻ ഹാപ്പിയായി. കാരണം ഫസ്റ്റ് ഡേ കിട്ടിയ സീൻ വളരെ നല്ല സീൻ. ഞാൻ 2ാമത്തെ ദിവസം ഇതുമാതിരി ഒരു സീൻ കാണും. 2ാമത്തെ ദിവസം അഭിനയിക്കുകയും ചെല്ലുമ്പോൾ സുരേഷ് ഗോപിയുണ്ട്, ഹരിശ്രീ അശോകനുണ്ട്, ബിജു മേനനുണ്ട്. ഇവരെല്ലാവരും കൂടി ഇരുന്ന് സീൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സീൻ വായിച്ചിട്ട് എന്നെ നോക്കി ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്നെ നോക്കി ചിരിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ഞാനും സുരേഷ് പിന്നിൻ്റെ അടുത്ത് പോയിരുന്നത് സീൻ വായിച്ചില്ലേന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും കാണൂലല്ലോ സാറിന്. എനിക്ക് സീൻ എടുത്ത് തന്നു. അപ്പോഴാണ് എനിക്ക് ആ സിനിമയിൽ ഞാൻ എന്ത് ക്യാരക്ടറാണ് ചെയ്യാൻ പോകണമെന്നുള്ളത് മനസ്സിലായത്. അതായത് ആ സിനിമയിൽ സുരേഷ് ഗോപിയുടെ മകളെ വീട്ടിലിട്ട് പൂട്ടി നശിപ്പിച്ച് റേപ്പ് ചെയ്ത് കൊല്ലുന്ന ഒരുത്തനാണ് ഞാൻ. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഈ സിനിമ വില്ലനാണെന്നുള്ളത്. 2 ദിവസവും ഈ പറയുന്ന അതിനുശേഷം സുരേഷ് ഗോപി എല്ലാം വന്ന് കത്തി വെച്ച് എന്നെ കൊല്ലുന്ന ഒരു സംഭവമാണ് എടുക്കുന്നത്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറേ പേര് വെറുത്തുപോയി. ഞാൻ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് പലരും വിചാരിച്ചു പോയി. കാരണം ഞാനൊരു വാശിയായിട്ടെടുത്ത് അത് ഒരു നന്നായിട്ട് അഭിനയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നും ആൾക്കാർ എന്നെ റിമെമ്പർ ചെയ്യുന്ന ഈ ജനകന്റെ വേഷമാണ്. വില്ലൻ. ദിനേശ്, എങ്ങനെയാണ് ഈ അഭിനയത്തിൽ വന്നത്? ശരിക്കും പറഞ്ഞാൽ അത് ശ്രീകുട്ടന് പോലും അറിയില്ലായിരിക്കും. 1981
അന്ന് ലാലുമായിട്ട് അന്ന് സുഹൃത്താണ് ഞാൻ. അപ്പോൾ ലാൽ അന്ന് ധന്യ എന്നൊരു സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനും ലാലും കൂടെ മുറിയിൽ നിന്ന് തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ പാച്ചിക്ക ഫാസിൽ, അദ്ദേഹമാണ് അതിൻ്റെ സംവിധായകൻ, അദ്ദേഹം കയറി വന്നിട്ട് ലാലിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ലാലിനോട് പറഞ്ഞു എന്തൊക്കെയോ സംസാരിക്കുന്നു, എന്നിട്ട് എന്നെ നോക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി എനിക്കിട്ടോ എന്തോ പണി വരികയാണ് എന്ന്. കുറച്ച് കഴിയുമ്പോൾ ലാലു എന്ന് പറയും, ദിനേശേ അവിടെ ഒരു പാട്ട് സീനിൽ അഭിനയിക്കേണ്ട ഒരാൾ എത്തിയിട്ടില്ല, അത് ദിനേശ് എൻ്റെ സ്ട്രക്ചറിൽ കറക്റ്റാണ്, ദിനേശ് ഒന്ന് പോയി അഭിനയിക്കാൻ പറ്റുമോ? ദാസേട്ടൻ പാടിയൊരു പാട്ട് ചുണ്ടനക്കി പാട്ട് പാടി ഡാൻസ് ചെയ്യണം. മനസ്സിനകത്ത് ആഗ്രഹം തോന്നിയെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര പേടിയായി. പക്ഷേ ധൈര്യത്തോടെ അങ്ങ് ചെന്നു. അങ്ങനെ 2 ദിവസം പാച്ചിക്കയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ധന്യ എന്ന സിനിമയിൽ ഞാനൊരു പാട്ട് പാടി ഡാൻസ് ചെയ്തു. ചുണ്ടനക്കിയാൽ മതിയല്ലോ. പക്ഷേ അത് ഭയങ്കര ബോറായിരുന്നു. അതുപാടെ ഞാൻ അഭിനയമൊക്കെ നിർത്തി. അതിനുശേഷം എൻ്റെ ഓൺ സിനിമകളിൽ പോലും ഒരു സീനിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് നമ്മുടെ KK രാജീവ് എന്ന സംവിധായകൻ എന്നെ ഒരു സീരിയലിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്. ഞാൻ പറയും, രാജീവ് നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാ, അല്ലെങ്കിൽ ഫോൺ നമ്പർ മാറിപ്പോയതാ, ഞാൻ അഭിനയിക്കുന്ന ആളല്ല. പക്ഷേ അതൊരു വഴിത്തിരിവായി. അങ്ങനെ KK രാജീവിൻ്റെ സ്വപ്നം എന്ന സീരിയലിൽ അഭിനയിക്കാനൊരു ചാൻസ് എനിക്ക് ഒരു 17 വർഷമായിട്ടുണ്ട്. അവിടെ മുതലാണ് എൻ്റെ ഒരു ശുക്രൻ തെളിഞ്ഞത്, ഒരു നടനായിട്ട് ഞാൻ മാറിയത്. ഈ ദിനേശ് പണിക്കർ എന്നൊരു വ്യക്തി നമ്മൾ ഈ പറയാൻ നേടാമിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ 20,000 അല്ല 2 ലക്ഷം രൂപ ഉണ്ടെങ്കിലും അടിച്ചോണ്ട് പോകും. കാരണം സിനിമയല്ലേ തൊഴിൽ, എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, ഒരുമാതിരി എല്ലാം അറിയാം. മാത്രമല്ല ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ സിനിമ തിയേറ്ററിൽ പോയി ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് തോന്നുന്നില്ല എന്നെ പോലെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഒരു ആസ്വദിക്കുന്ന സിനിമക്കാരുണ്ടാവുന്നു. ഒരു ദിവസം പോയി 2-3 സിനിമ ഇപ്പോഴും ഞാൻ പോയി കാണാറുണ്ട്. ശരി. അപ്പോൾ ഇപ്പോൾ ഉള്ള സീരിയൽ ഉണ്ടല്ലോ, അതെ, ഏതാണ് പേര്? പാടാത്ത പൈങ്കിളി. അപ്പോൾ അതിനകത്ത് എന്താണ് ഒരു സ്നേഹമുള്ള അച്ഛൻ്റെ അല്ലേ? അതെ അതെ, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം പാടാത്ത പൈങ്കിളി കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് പോകുമ്പോഴേക്കും ഭാര്യയുടെ ചോദിക്കും, ആ സീരിയലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ ഈ കഥാപാത്രം, അത്രയ്ക്ക് നല്ല മനുഷ്യനാണോ എന്നൊക്കെ ചോദിക്കും. ഭാര്യ പറയും അതിനെക്കാട്ടിലും നല്ല മനുഷ്യനാണ് എന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഇതിനകത്തെ കഥാപാത്രത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ, ഇങ്ങനെ എനിക്കൊരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. വൈഫ് രോഹിണി. അതെ, ഇത്രയ്ക്കും കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. അതിനെക്കാട്ടി പാവപ്പെട്ട ഒരു അച്ഛനാണെന്ന് പിള്ളേരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാല്ലേ? അതെ അതെ, വേറെ കാര്യം. അച്ഛൻ എങ്ങനെയുണ്ട്? അമ്മേ, നമ്മളെയൊക്കെ ഒരു വഴിയാക്കിയിട്ടുണ്ട്. അതെ അതെ. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ ശ്രീകുട്ടൻ മോഹൻലാലിൻ്റെ പാട്ടുകളാണല്ലോ എല്ലാം പാടുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മോഹൻലാൽ സ്ക്രീനിൽ പാടുമ്പോൾ അത് മോഹൻലാലിൻ്റെ ശബ്ദമായിട്ടാണ് ശ്രീകുട്ടൻ്റെ ശബ്ദം അവിടെ ധ്വനി നമ്മൾ കേട്ടിരുന്നത്. ആ ഒരു എത്രയോ വർഷമായിട്ട് നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് ഭയങ്കരമല്ലേ ശരിക്കും പറഞ്ഞാൽ? അതെന്താന്ന് അങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അതായത് കുറേ നാൾ 2013 വരെ ഞാൻ ഈ ചാനൽ വർക്കിൽ സജീവമായിരുന്നു. കാരണം ഓരോ ചാനലിലും ഫുൾ വർക്ക് ചാനലിലായിരുന്നു. 13 കഴിഞ്ഞ് 14 എൻ്റെ ആയപ്പോഴത്തേക്ക് 14 ഒന്നുമില്ല, 13 കഴിഞ്ഞപ്പോഴത്തേക്ക് തീർന്നു. ഞാൻ പല ചാനലിലായിട്ട് ഒരു കുറേ വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, 20-25 വർഷം. അതിൽ 2013 വരെ ഞാൻ റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അതിനുശേഷം ഇല്ല, 14-15 ഇല്ല. ഈ കാലം മുഴുവൻ ഞാൻ സിനിമയിൽ പാടുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് ആരും അറിഞ്ഞില്ല ഞാൻ പാട്ട് പാടുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞില്ല. സിനിമ ഉണ്ടെന്നൊക്കെ വിചാരിച്ചവർ. അതെ. പക്ഷേ 2014-15 ആയപ്പോഴത്തേക്ക് ഒറ്റ പാട്ടില്ല. അപ്പോൾ ഓരോരുത്തർ കാണുമ്പോൾ ചോദിക്കും, അപ്പോൾ പാട്ടൊന്നും ഇല്ലല്ലേ, അതെന്തിനാ, എന്ത് പറ്റി, മോഹൻലാലായിട്ട് പിണങ്ങിയ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, പടമില്ല. TV ഇല്ലേ? ഞാൻ TV വിളിക്കണ്ടേ, അതുകൊണ്ട് അതുമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു സമയത്താണ് ഒപ്പം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നത് 2016. അതിനകത്ത് ഞാൻ 2 പാട്ട് പാടി, 4 ഫ്രെയിംസ് എന്ന് പറഞ്ഞു. സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. ചിന്നമ്മ എന്നുള്ള പാട്ടും അതുപോലെ തന്നെ മിനിങ്ങും മിന്നാ മിനിങ്ങേ. അത് വന്ന് നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാലുമായിട്ട് വീണ്ടും ഒരു കോംബോ ആയി.
ആൾക്കാർ മറക്കുന്നതിന് മുമ്പേ കയറി പിടിച്ചു. പക്ഷെ അത് ഇനി റിലീസാകാൻ പോണ 2 പടത്തിലൂടെ ഉണ്ട്. ഒന്ന് മരയ്ക്കാർ, പിന്നെ ബി ഉണ്ണികൃഷ്ണന്റെ ആറാട്ട്. അപ്പോൾ വീണ്ടും ആ ഒരു കോമ്പിനേഷൻ സക്സസ് വീണ്ടും തിരിച്ചു വരുന്നു. 100% കോമ്പിനേഷൻ മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. മാജിക്. ആനയും ഉറുമ്പും രണ്ടുപേരും കൂടെ കുളിക്കാൻ പോയി. ആന കുളത്തിലിറങ്ങി, ഉറുമ്പ് കരയ്ക്കിരുന്നു. എന്താ കാര്യം? കുളിക്കാൻ പോയിട്ട് ഒരാള് കരക്കിരുന്നു. എറുമ്പ് കരയ്ക്കിരുന്നു, ആന കുളിക്കാൻ ഇറങ്ങി. ആന ഇറങ്ങിയപ്പോ തന്നെ വെള്ളം മുഴുവൻ പുറത്തോട്ട് വന്നു. അതല്ല, നഹി നഹി, എന്തോ കൊനിഷ്ടാണ്, എന്താ അതറിയാം. ഞാൻ പറഞ്ഞേക്കട്ടെ. പറയൂ പറയൂ, സമയം കളയണ്ട. രണ്ടുപേരും കൂടെ ഒരു തോർത്ത ഉണ്ടായിരുന്നു.